9th സ്റ്റാൻഡേർഡ് പേയേഴ്സ് ഓഫ് ഇക്വേഷനിലെ പേജ് നമ്പർ 18ലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ഓഫ് ടു സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 20 ഡിഗ്രി. കാൽക്കുലേറ്റ് ഓൾ 3 ആംഗിൾസ്. റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത നമുക്കറിയാം. വൺ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ബാക്കി രണ്ട് ആംഗിളും എപ്പോഴും എക്യൂട്ടായിരിക്കും, അതായത് 90-ൽ കുറവായിരിക്കും. ഇത് രണ്ടും ആഡ് ചെയ്താൽ 90 കിട്ടണം. മൂന്നെണ്ണവും കൂടെ ആഡ് ചെയ്താൽ 180 ആണ് ഉണ്ടാവുക. ഇവിടെ 90 ആയി, പിന്നെ ഇത് രണ്ടും കൂടെ 90 ആയാൽ ടോട്ടൽ 180 വരുള്ളൂ. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ഡിഫറൻസ് 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് x - y = 20 എന്ന് എടുക്കാം. അതുപോലെ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ് x + y 90 ആയിരിക്കും. അത് നമുക്കറിയുന്നൊരു കാര്യമാണ്. ഫസ്റ്റ് ഇക്വേഷൻ ഇട്ടിട്ടുണ്ട്, സെക്കൻഡ് ഇക്വേഷൻ ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് മൈനസ് ഫസ്റ്റ്, സെക്കൻഡാണ് വലുത്. സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് സബ്ട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ സെക്കൻഡിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് x - x 0 ആയിട്ട് പോകും. പിന്നെ y - y ആണ്, അത് 2y ആവും. 2y = 70, y = 70/2 = 35 ഡിഗ്രി. അങ്ങനെ y 35 ഡിഗ്രി ആയാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് 1-ൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x + 35, അതായത് x + y ആണ് 90. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് x + y = 90 ആണ്. y വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ x + 35 = 90 എന്ന് വരും. x = 90 - 35 = 55 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when a large number is divided by a small number, the quotient and remainder are both 2. When 5 times the smaller number is divided by the larger, then quotient and remainder are still both 2. What are the numbers? ഒരു വലിയ നമ്പറിനെ ചെറിയ നമ്പറിനോട് നമ്മൾ ഹരിച്ചപ്പോൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ശിഷ്ടം. റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അതുപോലെ കോഷ്യൻ്റ് ഹരണഫലം എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. പിന്നെ നമ്മൾ ചെറിയ നമ്പറിൻ്റെ 5 മടങ്ങ്, ചെറിയ നമ്പറിൻ്റെ 5 മടങ്ങിനാണ് നമ്മൾ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് എന്താണ്? അതിൻ്റെ കോഷ്യൻറ്റും 2 ആണ്, റിമൈൻഡറും 2 ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഏത് നമ്പേഴ്സ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. സ്മോൾ നമ്പർ x എന്നും ലാർജ് നമ്പർ y എന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഒരു പ്രോപ്പർട്ടി നമുക്ക് നമ്പർ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഞാൻ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 5s 10 ആണ് കിട്ടുക. കാരണം നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2 × 5 10, അതായത് നമ്മുടെ ഈ ഡിവൈസർ, അതായത് ഇവിടെയുള്ള നമ്പറും ഈ 5 ഇൻറ്റു ചെയ്തിട്ട് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. അതേപോലെ തന്നെ ഞാൻ വേറെ ഒരു നമ്പർ എടുത്തിട്ടുണ്ട്, 8/3. 8/3 എന്ന് പറയുമ്പോൾ 8/3 ഡിവൈഡ് ചെയ്താൽ ഒരു നമ്പർ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. 8/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 2s are 6 ആണ്. റിമൈൻഡർ എന്താണ് വരിക? 2 ആണ് വരിക. അപ്പോൾ ഇതേപോലെയുള്ളൊരു നമ്പർ ആവാം നമുക്ക്. അതിന് ഞാനിവിടെ എക്സാമ്പിൾ എടുത്തത് സ്മോൾ നമ്പർ എക്സും ലാർജ് നമ്പർ വൈയും ആയതുകൊണ്ട് ഞാനിവിടെ ആദ്യം വൈനെ x കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ വൈനെ x കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 2 കോഷ്യൻ്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 കോഷ്യൻ്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിവിഡൻറ്റ് കാണാനൊരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഡിവിഡൻറ്റ് = കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ. അതായത് നമ്മളിങ്ങനെ 8നെ 3 കൊണ്ട് ചെയ്താൽ 3 × 2 + 2 ഈ റിമൈൻഡർ, അതായത് ഈ സൈഡിലെ രണ്ടെണ്ണം ഈ 3ഉം ഈ 2ഉം ഇൻറ്റു ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് 3 × 2 ഇവിടെ നമുക്കതിനെ എഴുതാൻ പറ്റുക 3 × 2 + 2 ആണ്. അതായത് ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ വേരിയബിളിനെ മാറ്റുമ്പോൾ വലിയ നമ്പർ എന്ന് പറയുന്നത് y ആണ്. വൈനെ x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യൻ്റ് 2 തന്നെ കിട്ടണം. കോഷ്യൻ്റ് 2 തന്നെ കിട്ടണം, റിമൈൻഡറും 2 തന്നെ കിട്ടണം. പക്ഷെ നമുക്ക് x × 2 2x എന്നുള്ളത് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. വൈനെ x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻറ്റും 2 ആയിരിക്കണം, റിമൈൻഡറും 2 ആയിരിക്കണം. അതായത് നമുക്ക് എന്ത് എഴുതാം? y = അതായത് ഈ y = x × 2 + 2 എന്ന് എഴുതാം. ഇക്വേഷൻ ഓർമ്മിക്കേണ്ടത് എന്താണ്? ഡിവിഡൻറ്റ് = റിമൈൻഡറും ആഡ് ചെയ്യണം നമുക്ക്. അത് ഏതിനോട്? നമ്മുടെ കോഷ്യൻറ്റും ഡിവൈസറും ഇൻറ്റു ചെയ്തതിനോട്. ഇത് രണ്ടും ഇൻറ്റു ചെയ്യുക, എന്നിട്ട് ഇത് ആഡ് ചെയ്യണം. അതുപോലെ ഞാൻ y = x × 2 + 2 എന്ന് എടുത്തു. അങ്ങനെ 2x + 2. പിന്നെ നമ്മൾ എക്സിന് അങ്ങേ ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ y - 2x = 2 എന്ന് കിട്ടി.
ആദ്യം എക്സ് വരുന്നത് എഴുതാൻ വേണ്ടിയിട്ട് ഈ -2x എന്ന് പറയുന്നത് ഫസ്റ്റ് എഴുതി, പിന്നെ ഈ y പ്ലസ് y ഈക്വൽ ടു 2 ഇത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തു. നമ്മുടെ അടുത്ത ലൈൻ എന്ന് പറയുന്നത് എന്താണ്? വെൻ 5 ടൈംസ് ദ സ്മോളർ നമ്പർ, അതായത് എന്താണ്? ആ ചെറിയ നമ്പറിൻ്റെ 5 മടങ്ങ്, അതായത് ഇതിൻ്റെ 5 മടങ്ങ്, അതിനെ നമ്മൾ ലാർജർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇതിൻ്റെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 5x, 5xനെ y കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്ത് തന്നെ കിട്ടണം? ഇവിടെയും 2 കിട്ടണം, റിമൈൻഡറും 2 കിട്ടണം. അതായത് 5x ഈക്വൽ ടു ഇത് രണ്ടും ഇൻറ്റു ചെയ്യുക, y ഇൻറ്റു 2 പ്ലസ് 2 അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. 5x ഈക്വൽ ടു, അതായത് ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ, y ഇൻറ്റു 2 പ്ലസ് 2 എന്ന് എഴുതാം. പിന്നെ നമ്മൾ y ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2y ആണ്, 2y പ്ലസ് 2. നമ്മളിതിന് ഈക്വൽ ടു ഉണ്ട്, ഈ 2yനെ ഈക്വൽ ടു അങ്ങോട്ടേക്ക് മാറ്റുമ്പം 5x മൈനസ് 2y ഈക്വൽ ടു 2 എന്ന് കിട്ടും. അങ്ങനെ നമുക്കിവിടെ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം അതിനകത്ത് എക്സിൻ്റെ കൂടെയുള്ള നമ്പറോ വൈൻ്റെ കൂടെയുള്ള നമ്പറോ സെയിം അല്ല. രണ്ട് ഇക്വേഷനും നോക്കുമ്പോൾ സെയിം അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷന് ഒന്നാമത്തേന് രണ്ടാമത്തേൻ്റെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ കൊണ്ടും രണ്ടാമത്തേന് ഒന്നാമത്തേൻ്റെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ, ഒന്നാമത്തേൻ്റെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ -2 ആയിരുന്നു, അതിനോണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തേനെ നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത് ഒന്നാമത്തേൻ്റെ എക്സിൻ്റെ കൂടെയുള്ള നമ്പറാണ്. അതുപോലെ ഒന്നാമത്തേന് രണ്ടാമത്തേൻ്റെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ -10x പ്ലസ് 5y ഈക്വൽ ടു 10 കിട്ടും. എല്ലാ ടേമിനും, അതായത് 1 എന്നുള്ളതിൻ്റെ എല്ലാ ടേമിനും ഇൻറ്റു ചെയ്യുന്നുണ്ട് 5 കൊണ്ട്. പിന്നെ 2 എന്നുള്ളതിനെല്ലാം -2 ഉണ്ട്, അതായത് ഇവിടെ ഇപ്പം -10x വരും. ഈ മൈനസ്, അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഇൻറ്റു ചെയ്യുന്നത്? -2നെ കൊണ്ടാണ്. അപ്പോൾ അത് ഈ -2ഉം നമ്മൾ എഴുതുന്ന ഈ അതായത് ഇതിനെ ഫുള്ള് നമ്മൾ -2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ ഇത് -10 വരും, ഇത് പ്ലസ് ആവും, പ്ലസ് 4y വരും, ഇത് -4 എന്ന് വരും. അങ്ങനെ നമുക്ക് 3ഉം 4ഉം ആയിട്ടുണ്ട്. 3ആണ് വലുത്, 3ന്ന് 4 കുറക്കാം, മൈനസ് ചെയ്യുക, 3 - 4. അപ്പം നമ്മൾ 3 എഴുതിയിട്ടുണ്ട്, 4 എഴുതി, ഇനി നമ്മൾ മൈനസ് ചെയ്യുക. അപ്പം 10 - -4 ആകുമ്പോൾ 10 + 4 14 വരും. പിന്നെ 5y - 4y എന്ന് പറയുമ്പോൾ 1y ആണ്, അത് y എന്ന് മാത്രം വരും. പിന്നെ -10x -10x, അപ്പോൾ -10x പ്ലസ് 10x എന്നാണ് വരിക, അത് 0 ആവും. വൈൻ്റെ വാല്യൂ 14 കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ വൈൻ്റെ പ്ലേസിൽ 14, അതായത് ഇവിടെ വൈൻ്റെ പ്ലേസിൽ 14 കൊടുക്കുക. അപ്പോൾ 5x -2 × 14 ഈക്വൽ ടു 2 എന്ന് വരും. 5x ഈക്വൽ ടു ഈ 2 × 14 എന്ന് പറയുമ്പോൾ -28 വരും, ഈക്വൽ ടു 2 വരും. 5x ഈക്വൽ ടു 2, ഈ -28 അങ്ങോട്ടേക്ക് പോകുമ്പോൾ +28, അങ്ങനെ 30 കിട്ടും. 5x 30 ആകുമ്പോൾ x ഈക്വൽ ടു 30/5 ഈക്വൽ ടു 6 എന്ന് കിട്ടും. ലാർജ് നമ്പർ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 14 കിട്ടിയിട്ടുണ്ട്. സ്മോൾ നമ്പർ 6 എന്നും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ശരിയാണോ എന്ന് നോക്കാം. അതായത് വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്കിത് 2 ടൈംസ് ആണ്, 6 2s are 12 എഴുതി, 2 ബാലൻസ്, അപ്പോൾ കോഷ്യൻറ്റും റിമൈൻഡറും 2 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്മോൾ നമ്പറിൻ്റെ 5 ടൈംസ്, ഇതിൻ്റെ 5 ടൈംസ് എന്ന് പറയുമ്പോൾ 30 ആണ് വരിക. 30നെ ലാർജ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലാർജ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 - 4, 2 തന്നെ കോഷ്യൻ്റ് പ്ലേസിൽ വരും, റിമൈൻഡർ പ്ലേസിൽ 2 തന്നെ വരും. Question number 3. The sum of the digits of a 2-digit number is 11. The number got by interchanging the digit is 27 more than the original number. What is the number? ഇവിടെ ഇപ്പോൾ നമുക്കറിയാം രണ്ടക്ക സംഖ്യകൾ ആഡ് ചെയ്താൽ 11 ആണ്. 11 കിട്ടുന്ന നമ്പർ നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയാം. ഇപ്പം 92, 92, 29, അത് റിവേഴ്സ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം 92, 29 എന്ന് പറയുന്ന നമ്പർ എന്താണ്? നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നതാണ്? 11 കിട്ടുന്നതാണ്. അതുപോലെ 56ഉം 65ഉം നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 കിട്ടുന്നതാണ്. ഇത് 5 + 6 11 ആണ്, 6 + 5ഉം 11 ആണ്. അതുപോലെ 74ഉം 47ഉം, 74 എന്ന് പറയുമ്പോൾ 7 + 4 11 ആണ്, 47 4 + 7 11 ആണ്. പിന്നെ അതുപോലെ തന്നെ 83ഉം 38ഉം, ഇതും നമുക്ക് നമ്പർ 11 കിട്ടുന്ന നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് ഏതാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡിജിറ്റ് നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സും വൈയും. ഇത് വൈ എന്ന് പറയുന്നത് 1ാം നമ്പറിന് 11th പ്ലേസ്, ഇത് 10th പ്ലേസ്. നമുക്കത് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഇപ്പോൾ 92 എന്ന് പറയുമ്പോൾ 2 1st പ്ലേസ് ആണ്, 9 10 പ്ലേസ് ആണ്. നമുക്ക് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഡിജിറ്റിൻ്റെ സമ്മ് 11 ആണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനായി. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എഴുതുന്നതിന് മുന്നേ നമുക്ക് ഒറിജിനൽ നമ്പർ,
നമ്മുടെ ശരിക്കുള്ള നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം. ഇപ്പം 92 എന്ന് പറഞ്ഞാൽ 90 + 2 ആണ്. 92 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല ഏതാ നമ്പർ എന്ന്. ഇനി ഇപ്പോൾ 56 എന്ന് പറഞ്ഞാൽ 50 + 6 ആണ്. 29 എന്ന് പറഞ്ഞാൽ 20 + 9 ആണ്. 65 എന്ന് പറഞ്ഞാൽ 60 + 5 ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിന് ആ 60 ഇവിടെ ഇപ്പോൾ 92 എന്ന് പറയുമ്പോൾ 90 + 2 ആണെങ്കിൽ അത് 9 × 10 ആണ്. അതായത് 10 × 9 ആണ്. നമുക്ക് എന്ത് എഴുതാം, 10x + y എന്ന് എഴുതാം. അപ്പോൾ ഈ നമ്പർ തിരിച്ചിട്ടാൽ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ 92 എന്ന് പറയുമ്പോൾ 90 + 2 ആണ്. നമ്മൾ ഈ 92 തിരിച്ചിട്ട് 20 എന്താ വരിക, 20 + 9 ആണ്. ഈ 90 + 2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം, 10 × 9 + 2 എന്ന് എഴുതാം. അത് ഇവിടെ എത്തുമ്പോഴോ 10 × 2 + 9 എന്നാണ് വരിക. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പം നമ്മുടെ ഇതിന് പകരം നമ്മൾ XY എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തും, 10 × x + y എന്ന് എഴുതും. ഇനി അത് തിരിച്ചിട്ട YX ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതുക, 10 × y + x എന്നാണ് എഴുതുക. അതാണ് ഈ ഒരു കാര്യം. അതിന് നമുക്ക് എന്ത് എഴുതാം, 10x + y എന്ന് എഴുതാം, 10y + x എന്ന് എഴുതാം. നമ്മുടെ ഒറിജിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ 10x + y ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അത് റിവേഴ്സ് ഓർഡറിലാക്കി കഴിഞ്ഞാൽ, അതായത് 10y + x എന്നായാൽ അതെന്താണ്, 27 കൂടുതൽ, നമ്മുടെ ആദ്യത്തെ നമ്പറിനേക്കാളും 27 കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, 10y + x = 10x + y, അതിനോട് 27 ആഡ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു, ഇനി എന്ത് ചെയ്യുക, എക്സും വൈയും ഇങ്ങേ ഭാഗത്തേക്ക് എടുത്തു. ഇങ്ങേ ഭാഗത്ത് എടുക്കുമ്പോൾ 10y - y വരും, അത് 9y വരും. പിന്നെ എക്സ് ഉണ്ട് ഇവിടെ, ഇത് -10x ആണ്. അപ്പോൾ ഇത് +1 ആണ് വരിക, ഇത് -10 ആണ് വരിക. അപ്പോൾ ഇത് 9x ആയിട്ട് വരും, = 27 വരും. പിന്നെ നമുക്ക് ഇവിടെ 9y ആണ്, ഇത് 9x ആണ്, ഇത് 27 ആണ്. അപ്പോൾ 27 9 ഇതിനൊക്കെ 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ 9 ഒഴിവാക്കുക, ഈ 9 ഒഴിവാക്കുക. ഈ 27നെ 9 കൊണ്ട് പോകുമ്പോൾ അവിടെ 3 ആയിട്ട് മാറും. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഈ 9ഉം പോയി, ഈ 9ഉം പോയി. അപ്പോൾ ഇവിടെ ഒരു 9 ഉണ്ടാവുമല്ലോ, ഇങ്ങനെ 9 × 3 ആണ്. ആ 9 അങ്ങോട്ട് പോയാൽ 3 ആണ് ബാക്കി ഉണ്ടാവുക. അതായത് y - x = 3 എന്ന് കിട്ടും. ഈ y - x = 3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫസ്റ്റ് ഈ x എഴുതാൻ -x + y = 3 എന്ന് എഴുതാം. ഫസ്റ്റ് x എഴുതുമ്പോൾ ആ മൈനസ് അടക്കം എടുത്ത് എഴുതണം. പിന്നെ ഈ y പോസിറ്റീവാണ്, അപ്പോൾ -x + y = 3. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനാണ് വലുത്. അപ്പോൾ ഫസ്റ്റ് നിന്ന് സെക്കൻഡ് മൈനസ് ചെയ്യുക, സാധാരണ മൈനസ് തന്നെ. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ വലുതെന്ന് ചെറുത് ചെയ്യുമ്പോൾ 11 - 3 എന്ത് വരും, 8 വരും. y - y 0 വരും. x x ഉണ്ടാവും 2x. അപ്പം ഈ മൈനസ് എന്ന് പറയുമ്പം x + x എന്ന് വരിക. x - x എന്ന് പറയുമ്പം x + x 2x വരും. അങ്ങനെ 2x 8 കിട്ടും, x 4 കിട്ടും. നമുക്കറിയാം x 4 കിട്ടിയ y 7 ആയിരിക്കും. കാരണം എന്താണ്, നമ്മുടെ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, 2 നമ്പറും ആഡ് ചെയ്താൽ 11 കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 നമ്പറും ആഡ് ചെയ്താൽ 11 കിട്ടണമെങ്കിൽ x 4 ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും, 7. അതായത് നമ്മുടെ നമ്പർ 47ഉം 74ഉം ആയിരിക്കും. അതായത് നമ്മൾ ആദ്യം വിചാരിച്ച നമ്പർ 47 ആണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതിനോട് 27 ആഡ് ചെയ്ത 74 ആണ്. അതായത് ഈ 47 നമ്പർ തിരിച്ചിട്ടാൽ 74 കിട്ടും. എങ്ങനെ, 47 + 27 ആണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ മീനിങ്. അപ്പോൾ ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ബൈ.